Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ വായിച്ചു നിൽക്കുകയോ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു ഒക്കെയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിഫിക്സ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ഒരു 3 പ്രിഫിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കണം. ഇതിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിഫിക്സുകൾ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സഫിക്സുകൾ ഉണ്ട്, റൂട്ട് വേർഡുകൾ ഉണ്ട്, അതുപോലെ തന്നെ അബ്രിവിയേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്ത് തരാം കേട്ടോ. എടുത്ത് കഴിയുമ്പോൾ മാർക്ക് ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മീനിങ്ങിനാണ് പ്രാധാന്യം. നിങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ എക്സാമില് ഇതിന്റെ മീനിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം, പ്രൊനൗൺസിയേഷൻ അല്ല. ഓക്കെ, പ്രൊനൗൺസിയേഷൻ ജസ്റ്റ് അറിഞ്ഞിരിക്കാന്ന് മാത്രമാണ്, അതിന്റെ മീനിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രൊനൗൺസിയേഷൻ അറിഞ്ഞിരിക്കണം, പക്ഷെ മീനിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പഠിക്കേണ്ടത് മീനിങ് ആണ്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്നിട്ട് ആദ്യം തന്നെ നിങ്ങളൊന്ന് ഞാൻ പറയുന്ന നമ്പറുകൾ അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ആദ്യത്തെ പ്രിഫിക്സിന്റെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 3 ആണ് കേട്ടോ. അടയാളപ്പെടുത്തുക, നമ്പർ 3. നോട്ട് ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് നമ്പർ 6. നമ്പർ 6. Then number 13. 13ാമത്തേത് കേട്ടോ. നമ്പർ 13. Then number 14. Then 15. 15. Then 16. Then 17. Then 18. ഓക്കെ, അപ്പോ 1 മുതൽ 18 വരെയുള്ള പ്രിഫിക്സസില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രിഫിക്സുകളുടെ നമ്പേഴ്സ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്നും കൂടി പറയാം. 3 പറഞ്ഞു, 6 പറഞ്ഞു, അതുപോലെ തന്നെ 13 പറഞ്ഞു, അതുപോലെ 14, 15, 16, 17, 18. നോട്ട് ചെയ്തോ?
ഓക്കെ, ബാക്കിയൊക്കെ വായിച്ചു പോവാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം എല്ലാവരെയും സംബന്ധിച്ച് എല്ലാ മെഡിക്കൽ ടേംസും പഠിച്ചു വെക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രിഫിക്സും പഠിച്ചു വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫിൽട്ടർ ചെയ്തെടുത്തതാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂന്നാമത്തേത്, അതായത് അബ്ഡോമൻ, അതുവരെയാണ് നമ്മൾ പറഞ്ഞു പോയത്. സ്റ്റൊമക്ക് എന്നായിരുന്നു മീനിങ് പറഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അക്രോയാണ്. അക്രോ വേർഡ് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മെഡിക്കൽ ടേം കേട്ടിട്ടുണ്ടോ? അക്രോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഈ ചെറിയ ചുമയുണ്ട് കേട്ടോ, അപ്പൊ കുറച്ച് ഡിസ്റ്റർബൻസ് വരും ചില സമയത്ത്. അക്രോ എന്താ? എന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. പെർട്ടൈനിങ് ടു ആൻ സിവിയറിറ്റി, എന്തെങ്കിലും ഒരു തീവ്രതയെ സൂചിപ്പിക്കുന്നു. ഒരു തീവ്രത. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്രോമെഗാലി അല്ലെ. ഇവിടെ കമന്റ് ചെയ്തു അക്രോമെഗാലി, അതൊരു മെഡിക്കൽ ടേം ആണ് അല്ലെ. ഭീമാകരത്വം എന്ന് പറയും, കുട്ടികളിൽ ഉണ്ടാവുന്നതാണ്. വളർച്ചയുടെ സമയത്ത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത്. വല്ലാതെ ശരീരം വീർക്കുക എന്ന് പറയും അല്ലെ, ഭീമാകരത്വം. അതാണ് കേട്ടോ. അപ്പോ അക്രോ എന്ന് പറയുന്നത് പെർട്ടൈനിങ് ടു ആൻ സിവിയറിറ്റി, ഏതെങ്കിലും ഒരു തീവ്രതയെ സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അക്രോമെഗാലി. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് അടുത്തത്? AD എന്നാണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഡ് കേട്ടോ. ആഡ് എന്നാണ് പറയാ. അതിന്റെ മീനിങ് വരുന്നത് ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്, അടുത്തേക്ക് അല്ലെങ്കിൽ സമീപമായി എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരിക. ഓക്കെ, ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ അഡിനോ. ഞാൻ പോയിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ. അഡിനോ എന്താണ്? അഡിനോ എന്ന് പറഞ്ഞാൽ റെഫറിങ് ടു എ ഗ്ലാൻഡ് ആണ്, ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടത് അല്ലെ, ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ടേം കേട്ടിട്ടുണ്ടാവുമല്ലോ, അഡനോയിഡ് ഗ്ലാൻഡ്. കേട്ടിട്ടില്ലേ? അഡനോയിഡ് ഗ്ലാൻഡ്. യെസ് കേട്ടോ, ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. റെഫറിങ് ടു എ ഗ്ലാൻഡ്, അഡിനോ. നെക്സ്റ്റ് വൺ അന്നാണ്. AN എന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ് എന്നാണ്, അതായത് ഇല്ലാത്തത്. ഓക്കെ, ഇല്ലാത്തത് എന്നുള്ള അർത്ഥം വരും. അപ്പൊ എന്താണ്? നമുക്കൊരു മെഡിക്കൽ ടേം പറയാം AN വെച്ചിട്ട്. അനീമിയ പറയില്ലേ? കേട്ടിട്ടില്ലേ? അനീമിയ എന്തവസ്ഥയാ? വിളർച്ചയാണ് അല്ലെ, ബ്ലഡ് ഇല്ലാത്ത അവസ്ഥയല്ലേ. ഓക്കെ, അപ്പൊ ഇല്ലാത്തത് എന്നുള്ള അർത്ഥമാണ് അന്നിന് ഉപയോഗിക്കുന്നത്, AN എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ ANA ആണ് അല്ലെ. അന എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അതിന്റെ മീനിങ് വരുന്നത് അപ്പ് ബാക്ക് വൺ മോർ ടൈം, അതായത് മുകളിലേക്ക് താഴേക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ. ആ ഒരു രീതിയിലാണ് അന എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? അത് ജസ്റ്റ് നോക്കി വെച്ചാൽ കേട്ടോ, ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടില്ല. പോയിന്റ് ഔട്ട് ചെയ്ത കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ, ആൻജിയോ. ആൻജിയോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻജിയോ വെസൽ ആണ് അല്ലെ, വെസലാണ് അല്ലെ, ബ്ലഡ് വെസൽ അല്ലെ, രക്തക്കുഴലുകൾ അല്ലെ. യെസ്, ആൻജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെസലിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ബ്ലഡ് വെസൽ അല്ലെ. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ആൻജിയോഗ്രാം അല്ലെ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. ആൻജിയോഗ്രാം നമുക്കറിയാം എന്താണ്, അതായത് ബ്ലഡ് വെസൽസിന്റെ പിക്ചർ എടുക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ത്, ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? ആൻജിയോ. ദാറ്റ് മീൻസ് വെസൽ, ബ്ലഡ് വെസൽ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി. നെക്സ്റ്റ് വൺ, 10th വൺ ആണ് ആന്റി. ANTE, ആന്റി. ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രയർ ടു അല്ലെങ്കിൽ ഫോർവേഡ്.
പ്രയർ ടു ഫോർവേഡ് മീൻസ് എന്താണ്? അതായത് ബിഫോർ ആണ്, മുൻപ് എന്നുള്ള ഒരു അർത്ഥം വരും. നിങ്ങൾ മോർച്ചറി സർവീസിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആന്റി മോർട്ടം പഠിച്ചിട്ടുണ്ടാവും. ഒന്ന് ഓർത്ത് നോക്കിയേ. നിഷാംസ് മോർച്ചറി സർവീസ് എടുത്തില്ലേ? ആന്റി മോർട്ടം പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടില്ല ആന്റി മോർട്ടം? പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അത് എത്തിയിട്ടില്ല? എത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും അല്ലെ? എത്തിയിട്ടില്ല. ആന്റി മോർട്ടം എന്നൊക്കെ പറയുന്ന ടേം ഉണ്ട് കേട്ടോ. അപ്പൊ ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ. പ്രയർ ടു ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ അല്ലെങ്കിൽ മുമ്പ് എന്നുള്ള അർത്ഥം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആന്റിനേറ്റൽ. ആ ഒരു ടേം കേട്ടിട്ടുണ്ട്? ഔട്ട് പേഷ്യന്റിലുള്ളതാണ് ആന്റിനേറ്റൽ. എന്താ? ഡെലിവറിക്ക് മുമ്പ് കേട്ടിട്ടുണ്ടോ? ആന്റിനേറ്റൽ. യെസ്, ആന്റിനേറ്റൽ. അതൊക്കെ ഒരു മെഡിക്കൽ ടേം ആണ്. അപ്പൊ ആന്റി എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് അവിടെ വരുന്നത്. then നമുക്ക് അടുത്തത് നോക്കാം. 11ാമത്തേതാണ് ആന്റി. ANTI ആണ് കേട്ടോ ഇവിടെ വരുന്നത്. ആദ്യത്തേതിൽ നമ്മൾ ANT ആണ്, TE ആണ്. ഇതിൽ വരുമ്പോ ANTI വരും. ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവേഴ്സ് ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് വരും അല്ലെ? അതായത് എതിരായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുക എന്നുള്ളതാണ് അതൊരു മീനിങ് വരിക. അതായത് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, എതിരായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ? നമ്മളും കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് അല്ലെ? അസുഖം വന്നു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്. ഓക്കെ, ആന്റിബയോട്ടിക് എന്താണ്? അതായത് ബാക്ടീരിയക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മരുന്ന് അല്ലെ? ദാറ്റ് ഈസ് ആന്റിബയോട്ടിക്. ബാക്ടീരിയക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മരുന്ന്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? ആർട്ടീരിയോ. ആർട്ടീരിയോ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർട്ടറി ആണ് അല്ലെ? ആർട്ടറി എന്താ? നമ്മുടെ ശരീരത്തിലെ ആർട്ടറി. ആർട്ടറി കേട്ടിട്ടില്ല? ധമനി ഉണ്ടല്ലോ, ധമനി. ആർട്ടറി മീൻസ് ധമനി ആണ് കേട്ടോ. അപ്പൊ ആർട്ടീരിയോ എന്ന് പറയുന്ന ടേം ആർട്ടറി എന്ന് പറയുന്ന ആ ഒരു ഇതായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ആർട്ടീരിയൽ എന്നൊക്കെ നമ്മൾ പറയും എക്സാമ്പിൾ ആയിട്ട്. ധമനിയെ സംബന്ധിച്ച ആ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. നെക്സ്റ്റ് വൺ ആർത്രോയാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റില് ആർത്തോ എന്നാണോ കിടക്കുന്നത്? ആർത്രോ എന്നാണോ ഉള്ളത്? ഏതാണ് വരുന്നത്? ARTHRO ഉണ്ടോ? ആർത്തോയാണ്. അത് തിരുത്തുക കേട്ടോ. അവിടെ ഒരു ആറും കൂടി ചേർക്കുക. ആർത്രോ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ആർത്രോ കേട്ടോ. ആർത്രോ. ഒരാറ് ആഡ് ചെയ്യാം. ആർത്രോ. ആർത്രോ മീൻസ് എന്താണ്? പെർട്ടൈനിങ് ടു എ ജോയിന്റ് അല്ലെ? സന്ധിയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, സന്ധിയുമായി ബന്ധപ്പെട്ടത് കേട്ടോ. അപ്പൊ ആർത്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? പെർട്ടൈനിങ് ടു എ ജോയിന്റ് അഥവാ സന്ധിയുമായി ബന്ധപ്പെട്ടത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആർത്രൈറ്റിസ്, സന്ധി വീക്കം അല്ലെ? സന്ധിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ജോയിന്റിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ആർത്രൈറ്റിസ്. നെക്സ്റ്റ് വൺ ഓട്ടോയാണ്. ഓട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൽഫ്, വൺ സെൽഫ് ആണ്. സ്വയം എന്നുള്ള അർത്ഥം വരും. ഓട്ടോ മീൻസ് വൺ സെൽഫ് അഥവാ സ്വയം. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം. കേട്ടിട്ടുണ്ടോ? ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഒന്നും കേട്ടിട്ടില്ല നിങ്ങള്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താ? ശരീരം തന്നെ ശരീരത്തിനെതിരെ പ്രതിരോധിക്കുന്നത് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വൺ ബൈ ആണ്. ബൈ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ടു, രണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അല്ലെ? ബൈലിംഗ്വൽ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ? ബൈലിംഗ്വൽ. അപ്പൊ ബൈ എന്ന് പറയുന്നത് രണ്ട്, ടു എന്ന് പറയുന്ന മീനിങ് ആണ്. നെക്സ്റ്റ് വൺ ബയോ ആണ്. ബയോ നമ്മള് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബയോ എന്താണ്?
ബിലോങ്ങിങ് ടു ലൈഫ്, ജീവനെ സംബന്ധിച്ചത് അല്ലെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ചത്, ആ ഒരു മീനിങ് ആണ് വരാ. ബയോ, ബയോ വെച്ച് നമുക്ക് എക്സാമ്പിൾ പറയാം, പെട്ടെന്ന് കിട്ടും. എന്താണ് എക്സാമ്പിൾ ബയോ വെച്ചിട്ട് നമ്മൾ പറയുവാണെങ്കിൽ? ബയോ പ്രിഫിക്സ് തുടങ്ങുന്ന മെഡിക്കൽ ടേം ഒന്ന് പറഞ്ഞേ, ഒരു മെഡിക്കൽ ടേം പറയൂ, കമന്റ് ചെയ്യൂ. ബയോ, ബയോളജി. ഏതാ? ബയോളജി. ബയോളജി, ബയോളജി അല്ലെ? അതായത് ജീവശാസ്ത്രം അല്ലെ, ജീവന്റെ ശാസ്ത്രം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്തതാണ് ബ്ലാസ്റ്റോ. ബ്ലാസ്റ്റോ, ബ്ലാസ്റ്റോ എന്താ ഉദ്ദേശിക്കുന്നേ? ജേം ഓർ സെൽ അല്ലെ, അണുക്കള് അഥവാ കോശങ്ങളെ കുറിച്ചിട്ടാണ്, അണുക്കൾ അല്ലെങ്കിൽ കോശങ്ങളെ കുറിച്ചിട്ടാണ് ബ്ലാസ്റ്റോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് വരുന്നേ. ഓക്കെ, അതായത് പ്രാരംഭ കോശം എന്നൊക്കെ പറയും, ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സെല്ലിനെയാണ് എന്ത് പറയുന്നത്? ബ്ലാസ്റ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് നമുക്ക് പറയാം എക്സാമ്പിൾ ആയിട്ട്. ബ്ലാസ്റ്റോസിസ്റ്റ്, BLASTOCYST, ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റ് എന്താണ്? അതായത് ഭ്രൂണത്തിന്റെ ആദ്യഘട്ടം, ഭ്രൂണമായിട്ട് രൂപപ്പെടില്ലേ, അതിനെയാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ? എക്സാമ്പിൾ ആണ് കേട്ടോ ബ്ലാസ്റ്റോസിസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പ്രാരംഭ കോശം എന്നൊക്കെയാണ് അതിന്റെ യഥാർത്ഥ മീനിങ് വരുന്നത്. ഒന്നില്ലെങ്കിൽ അണുക്കള് അല്ലെങ്കിൽ സെല്ല്, കോശത്തെ കുറിച്ചിട്ടാണ് ബ്ലാസ്റ്റോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്ലിഫാറോ. ബ്ലിഫാറോ, ബ്ലിഫാറോ എന്നാണ് പറയുന്നത്. അതിന്റെ മീനിങ് വരുന്നത് ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്. ഐലിഡ് എന്താ? നമ്മുടെ കൺപോളയെ സംബന്ധിച്ച്. അപ്പോ ബ്ലിഫാറോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് കൺപോളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, അപ്പൊ നമുക്കറിയാം, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ബ്ലിഫാറൈറ്റിസ്, ബ്ലിഫാറൈറ്റിസ് എന്ന് പറയും. അതായത് കൺപോളയിൽ ഉണ്ടാകുന്ന അണുബാധയെയാണ് ബ്ലിഫാറൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കൺപോളയുമായി ബന്ധപ്പെട്ടിട്ടാണ് ബ്ലിഫാറോ എന്ന് പറയുന്ന പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞു, ബ്ലിഫാറൈറ്റിസ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. 18 വരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പോ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്, അത് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇത് എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം, വിടാതെ പോകരുത് കേട്ടോ, വിട്ടുകളയരുത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം ഏതൊക്കെയാണെന്ന്. അടുത്ത നമ്പറുകൾ നോട്ട് ചെയ്തോളൂ. 28, 28, then 31, then 32, then 34, then 39, then 41, '28, 31, 32, 34, 39, 41, 41. നോട്ട് ചെയ്തോ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ശ്രീലക്ഷ്മി ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് 19 നോക്കാം എന്താണ് പറയുന്നതെന്ന്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ 19. ബ്രാഡി,
ബ്രാഡി എന്നാ പറയാ കേട്ടോ, ബ്രാഡി. അതിന്റെ മീനിങ് എന്താ? ഡള്ളെന്നാ മീനിങ് വരിക, അതായത് സ്ലോലി, പതുക്കെ, പതുക്കെ എന്നുള്ള മീനിങ് ആണ് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാഡി കാർഡിയ കേട്ടിട്ടുണ്ട് അല്ലെ? ബ്രാഡി കാർഡിയ എന്താണത്? ഹാർട്ട് ബീറ്റ് സ്ലോ ആവുന്നത് അല്ലെ? മന്ദഗതിയിലുള്ള ഹൃദയത്തിന്റെ ചലനം, ബ്രാഡി കാർഡിയ കേട്ടോ. ആ ഒരു മെഡിക്കൽ ടേമിന്റെ മീനിങ് അതാണ്, മന്ദഗതിയിലുള്ള ഹൃദയത്തിന്റെ ചലനത്തെയാണ് ബ്രാഡി കാർഡിയ എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഡി എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത് ഡൾ അഥവാ സ്ലോ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാൽക്ക് ആണ്. കാൽക്ക്, കാൽക്കിന്റെ മീനിങ് എന്താണ്? നമുക്കറിയാം, സ്റ്റോൺ അല്ലെങ്കിൽ ഹീൽ അല്ലെ? കല്ലെന്ന് പറയുമോ അല്ലെ? അല്ലെ? നമ്മുടെ കിഡ്നി സ്റ്റോൺ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടോ കാൽക്ക്? അറിയാമോ? യെസ്, കേട്ടിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പോ അതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കാൽസിഫിക്കേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. കാൽസ്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് എന്ത്? കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാൽസ്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥ കാൽസിഫിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് 21 ആണ് കാർഡിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ? എന്താണ് കാർഡിയോ? ബിലോങ്ങിങ് ടു ഹാർട്ട് അല്ലെ? നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടത് അല്ലെ? ഹൃദയത്തെ കുറിച്ചിട്ടുള്ള പഠനം അല്ലെ? കാർഡിയോളജി നമുക്ക് പറയാം അല്ലെ? കാർഡിയോളജി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. പിന്നെ കാർഡിയോളജിസ്റ്റ് അല്ലെ? അതൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് 22 ആണ്. 22 എന്ന് പറയുന്നത് സെഫാലോ. സെഫാലോ അതിന്റെ മീനിങ് വരുന്നത് ബിലോങ്ങിങ് ടു ദ ഹെഡ്, നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട ഇതിനെയാണ് എന്ത് പറയുന്നത്? സെഫാലോ എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഒരു മെഡിക്കൽ ടേം പറയാം, സെഫാലിക്. സെഫാലിക് അത് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ സെറിബ്രോ. നിങ്ങള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? സെറിബ്രോ അല്ലെ? സെറിബ്രം, സെറിബെല്ലം, മെഡുല ഓംബ്ലാങ്കേറ്റ അല്ലെ? പഠിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? സെറിബ്രോ. അപ്പൊ സെറിബ്രോന്റെ മീനിങ് എന്താ? ബിലോങ്ങിങ് ടു ദ സെറിബ്രം, എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ സെറിബ്രവുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ തലച്ചോറിന്റെ അല്ലെങ്കിൽ നമ്മുടെ തലയോട്ടിയുടെ ഒരു ഭാഗമാണ് സെറിബ്രം. അതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടേമിലൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത്? സെറിബ്രോ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, സെറിബ്രൽ പാൾസി. ഓക്കെ, സെറിബ്രൽ പാൾസി കേട്ടോ. അതായത് മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയാണ് എന്ത്? സെറിബ്രൽ പാൾസി. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 24th ആണ് സെർവിക്കോ. സെർവിക്കോ, സെർവിക്കോ എന്താണ്? ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ്. ഓക്കെ, അതായത് നമ്മുടെ കഴുത്തുമായി ബന്ധപ്പെട്ടത് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഗർഭാശയ പേശി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടതെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് കഴുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, സെർവിക്കോ. സെർവിക്കോ. അപ്പോ അതിന്റെ എക്സാമ്പിൾ എന്താ വരുന്നേ? സെർവിക്കൽ പെയിൻ. ഓക്കെ, കഴുത്ത് സംബന്ധമായിട്ടുള്ള വേദനയാണ് അല്ലെ? സെർവിക്സിന് ഉണ്ടാകുന്ന പെയിൻ അല്ലെ? നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ കാണാറുണ്ട് കഴുത്ത് വേദന വരുമ്പോൾ. അപ്പോ നമ്മൾ സ്കാൻ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണിക്കും സെർവിക്സ്, കുറേയധികം സെർവിക്സ് അതിന്റെ ഇടയിൽ ഇതിന്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങളൊക്കെ കാണിക്കും അല്ലെ? അപ്പോ സെർവിക്കോ എന്ന് പറയുന്നത് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് CHOLE ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് ചൊലൈ എന്നാണ്. ചൊലൈ, ചൊലൈ എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെഡിക്കൽ ടേം ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കൊളസ്ട്രോൾ, നമുക്ക് ഈ ഒരു പ്രിഫിക്സ് അവിടെ കാണാനായിട്ട് സാധിക്കും ഇല്ലേ? നിങ്ങളൊന്ന് കൊളസ്ട്രോൾ എന്ന് എഴുതി നോക്കിയേ. കൊളസ്ട്രോൾ എന്ന് എഴുതി നോക്കിയേ. ഈ ഒരു പ്രിഫിക്സ് ആണ് അവിടെ വരുന്നത്, ആണോ? എഴുതിയോ? യെസ്. പക്ഷെ നമ്മൾ പ്രൊനൗൺസിയേഷൻ ഉപയോഗിക്കുമ്പോൾ ചൊലൈ എന്നാണ് എന്ത് ചെയ്യുക? ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബിലോങ്ങിങ് ടു ബൈൽ ഓർ എന്താണ്? അതായത് നമ്മുടെ പിത്തരസം ഉണ്ടല്ലോ, നമുക്കറിയാം പിത്തരസം അല്ലെ? ബൈൽ ഉത്പാദിപ്പിക്കുന്നത് ലിവർ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ പിത്തരസം അല്ലെങ്കിൽ ബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ത്? ഈ ഒരു ചൊലൈ എന്ന് പറയുന്ന ആ ഒരു പ്രഫിക്സ് വരുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമുക്കറിയാം കൊളസ്ട്രോൾ എന്താണ്? നമ്മുടെ എന്താ പറയാ, ഈ ബൈല് രക്തത്തിൽ അടിഞ്ഞു കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത് അല്ലെ? കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോൺട്രോൾ. കോൺട്രോൾ
ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. നമ്മുടെ കാർട്ടിലേജുമായി ബന്ധപ്പെട്ട് അഥവാ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് കോൺട്രോ എന്ന് പറയുന്ന ആ പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് വൺ സർക്കമാണ്. സർക്കം ഓൺ ഓൾ സൈഡ്സ് എബൌട്ട്, അതായത് ചുറ്റും, എല്ലാ സൈഡിലുമായിട്ട് അല്ലെങ്കിൽ അറൗണ്ട്, ചുറ്റും എന്നുള്ള രീതിയിലാണ് ഈ ഒരു സർക്കം എന്ന് പറയുന്ന ഒരു പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സർക്യൂമോറൽ. സർക്യൂമോറലിന്റെ മീനിങ് എന്താ? വായുവിന് ചുറ്റും, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സർക്കം എന്ന് പറയുന്ന പ്രിഫിക്സ് അതിന്റെ മീനിങ് ചുറ്റും എന്നുള്ള അർത്ഥത്തിലാണ്. സർക്യൂമോറൽ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ വായുവിന് ചുറ്റും എന്നുള്ള അർത്ഥത്തിൽ വരും. ഓക്കെ, 28th നമ്മള് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോൺട്രാ മീനിങ് എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെ, എതിരായി എന്നുള്ള ഒരർത്ഥത്തിലാണ് കോൺട്രാ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെ, കേട്ടിട്ടില്ലേ? കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭധാരണ നിരോധന ഗുളികകൾ അല്ലെ. ഓക്കെ, അത് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. കോൺട്രാ എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് അഥവാ എതിരായി അല്ലെ, ഓപ്പോസിറ്റ് എന്ന് പറയുന്ന മീനിങ് ആണ് വരുന്നത്. എക്സാമ്പിൾ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭധാരണത്തെ തടയുന്ന ഗുളികകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ കോസ്റ്റോ. എന്താണ്? ബിലോങ്ങിങ് ടു എ റിബ്. അതായത് നമ്മുടെ വാരിയല്ലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, കോസ്റ്റോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത് ബിലോങ്ങിങ് ടു എ റിബ്, വാരിയല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ അടുത്തതാണ് സയാനോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ മീനിങ് വരിക? ബ്ലൂ ആണ്, നീല നിറത്തെയാണ് സയാനോ മീനിങ് വരുന്നത്. സയാനോസിസ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ സയാനോസിസ്? നീല നിറം ഒന്ന് ഓർത്തു നോക്കിയേ. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പേഷ്യന്റ് വരുന്ന, അല്ല ഞാനല്ല തോന്നുന്നു, വാർഡാണോ? പേഷ്യന്റ് വരുന്ന സമയത്ത് വാർഡ് സിസ്റ്ററിന്റെ ഡ്യൂട്ടിയിൽ പറയുന്നില്ലേ, പേഷ്യന്റ് വരുന്ന സമയത്ത് ജോണ്ടിസ് അല്ലെ, പേഷ്യന്റ് വരുന്ന സമയത്ത് അവരുടെ സ്കിന്നില് മഞ്ഞ കളർ ഉണ്ടോ നീല കളർ ഉണ്ടോ എന്നൊക്കെ നോക്കണം എന്നല്ലേ. അപ്പൊ അതായത് പേഷ്യന്റ് സ്കിന്നില് ബ്ലൂ കളർ വരുന്ന ആ ഒരു അവസ്ഥയാണ് എന്ത് സയാനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. കയ്യിലും കാലിലും നഖത്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് എന്ത് വരും? ബ്ലൂ കളറിൽ ഉണ്ടാവും. അപ്പോ അതിനെ സയാനോസിസ് എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. സിസ്റ്റോ എന്താണ്? ബ്ലാഡറുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. റിലേറ്റിംഗ് ദ ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സിസ്റ്റൈറ്റിസ് എന്താണ്? ഐറ്റിസ് എന്താണ്? ഐറ്റിസിന്റെ മീനിങ് എന്താ? ഞാൻ 2 ക്ലാസ്സുകളിലായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് എന്താ? ഇൻഫ്ലമേഷൻ അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് കണക്ട് ചെയ്തേ. സിസ്റ്റൈറ്റിസ് എന്താണ്? പറയൂ, സിസ്റ്റൈറ്റിസിന്റെ മീനിങ് എന്താ? ഇപ്പോ ഇങ്ങനെയാ പഠിക്കുന്നേ. എന്താണ് സിസ്റ്റൈറ്റിസ്? കണക്ട് ചെയ്ത് പറഞ്ഞേ, ഞാൻ വെയിറ്റ് ചെയ്യാം. സിസ്റ്റോ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ദ ബ്ലാഡർ ആണ്. അപ്പൊ സിസ്റ്റൈറ്റിസ് എന്താണ്? ബ്ലാഡറിന് ഉണ്ടാകുന്ന വീക്കം അല്ലെങ്കിൽ അണുബാധ. ഓക്കെ, സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നതിന്റെ മീനിങ് വരുന്നത് എന്താണ്? ബ്ലാഡറിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അണുബാധയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ, സൈറ്റോ മീൻസ് എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ, ഒരു കോശവുമായി ബന്ധപ്പെട്ടത് അല്ലെ. എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പറയാം സൈറ്റോ വെച്ചിട്ട്. ഏതാണ് മെഡിക്കൽ ടേം സൈറ്റോ വെച്ച് തുടങ്ങാം? സൈറ്റോളജി. യെസ്, വെരി ഗുഡ്. സൈറ്റോളജി അല്ലെ, കോശത്തെ കുറിച്ചിട്ടുള്ള പഠനം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. DE ആണ് കേട്ടോ. ഡി എന്ന് പറയും.
ഡി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. ഡൗൺ ഫ്രം. ഡൗൺ ഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നീക്കം ചെയ്യുക അല്ലെങ്കിൽ താഴേക്ക്, അങ്ങനെയുള്ള മീനിങ് ഒക്കെയാണ് ഈ ഒരു ഡൗൺ ഫ്രമിന് വരിക. ഡി എന്ന് വെച്ച് തുടങ്ങുന്ന ഒരു മെഡിക്കൽ ടേം പറയാൻ ഞാൻ, അത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ ഒരു ടേം. ഡീഹൈഡ്രേഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു നീക്കം ചെയ്യുക അല്ലെങ്കിൽ റിമൂവൽ ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് വെള്ളത്തെ നീക്കം ചെയ്യുന്നത് അല്ലെ, അതല്ലേ ഡീഹൈഡ്രേഷൻ? വെള്ളമില്ലാത്ത അവസ്ഥയല്ലേ? ഓക്കെ, അപ്പോ ഡി ഡൗൺ ഫ്രം, എക്സാമ്പിള് ഡീഹൈഡ്രേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെർമറ്റോ. നമ്മള് എല്ലാവരും ഡെർമറ്റോളജിസ്റ്റിനെ കാണാനായിട്ട് പോവാറുണ്ട് അല്ലെ ചില സന്ദർഭങ്ങളിൽ. ആരാണ് ഡെർമറ്റോളജിസ്റ്റ്? ആരാ? സ്കിൻ റിലേറ്റിംഗ് സ്കിന്നുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. റിലേറ്റിംഗ് ടു ദ സ്കിൻ, നമ്മുടെ ത്വക്കുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സ്കിന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഡെർമറ്റോ എന്ന് പറയുന്ന പ്രിഫിക്സ്. ഓക്കെ, അപ്പോ ഡെർമറ്റൈറ്റിസ് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഡെർമറ്റൈറ്റിസ് എന്താ? ഡെർമറ്റൈറ്റിസ് എന്താ? സ്കിൻ ഇൻഫ്ലമേഷൻ ആണ്. പഠിച്ചില്ലേ? അപ്പൊ ഐറ്റിസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ അപ്പൊ തന്നെ വിചാരിച്ചു അതൊരു ഇൻഫ്ലമേഷൻ ആണ്. അതുമായിട്ട് ഏത് വേർഡ് ആണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു അല്ലെ, നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്ത്. ഇപ്പൊ സ്കിന്നിന്റെ കാര്യം ചോദിച്ചു, അതും പെട്ടെന്ന് പിടികിട്ടി. അപ്പൊ ഐറ്റിസ് എന്ന് പറയുന്നത് നമ്മളിത് സഫിക്സിൽ പഠിക്കും, അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ പറയാം. അപ്പൊ ഡെർമറ്റോ എന്ന് പറയുന്നത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാല് ത്വക്കിനുണ്ടാകുന്ന അണുബാധ. ഓക്കെ, ഇനി അടുത്തത് 35-ാമത്തെയാണ് ഡൈ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ടൈംസ് അല്ലെങ്കിൽ ഡബിൾ, രണ്ടെന്നുള്ള അർത്ഥമാണ് വരിക. ഓക്കെ, 2 ടൈംസ് അല്ലെങ്കിൽ ഡബിൾ എന്നുള്ള രീതിയിലാണ് അത് വരിക. ഓക്കെ, അതിന് എക്സാമ്പിൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഒക്കെ നോക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഡയ. ഡയ എന്താണ്? ത്രൂ, കംപ്ലീറ്റ്ലി, അതായത് മുഴുവനായിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് ഡയ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് വരിക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡയാലിസിസ് അല്ലെ. എന്താണ് ഡയാലിസിസ്? ഡയാലിസിസ് എന്താ? രക്തം ശുദ്ധീകരിക്കുന്നതല്ലേ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ത്രൂ എന്നുള്ള മീനിങ് ആണ് വരിക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ് ആണ്. ഡിസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടഫ്, അബ്നോയ്സിങ്, അബ്നോർമൽ എന്നുള്ള മീനിങ് ആ വരിക. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, വളരെ വേദനയുള്ളത്, വളരെ എന്താ പറയാ പാടുള്ളത് എന്നുള്ള മീനിങ്ങിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഡിസ് എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇലക്ട്രോ. സോറി, ഇലക്ട്രോ അല്ല, എക്ടോ. എക്ടോ എന്താണ്? ഔട്ട് ഫ്രം, അതായത് പുറത്തുള്ള എന്നുള്ള അർത്ഥം വരും. ഓക്കെ, പുറത്തുള്ള. എക്ടോ മീൻസ് പുറത്തുള്ള, ഔട്ട് ഫ്രം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്ടോഡേം, പുറം പാളി എന്ന് പറയും. എക്ടോഡേം, പുറം പാളി. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്തതാണ് അടയാളപ്പെടുന്നത്. എക്ടോ അല്ല, ഇലക്ട്രോ. ഇലക്ട്രോ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ്. ഇലക്ട്രോ നമുക്ക് നോക്കാം. ഇലക്ട്രോ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ആണ് അല്ലെ. എന്താണ് ഇലക്ട്രോ? ഇലക്ട്രോ എന്താ? എന്തുമായിട്ട് കണക്റ്റഡാ ഇലക്ട്രോ? പറയൂ, എന്തുമായിട്ട് കണക്റ്റഡാ ഇലക്ട്രോ? ഇലക്ട്രിസിറ്റി അല്ലെ. ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ മെഡിക്കൽ ടേമിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇലക്ട്രോ കാർഡിയോഗ്രാം. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം? ECG. യെസ്, അതായത് വൈദ്യുതി സിഗ്നലുകൾ ഉപയോഗിച്ചിട്ട് ഹാർട്ടിന്റെ പിക്ചർ എടുക്കുന്നതല്ലേ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളപ്പോ ഇലക്ട്രോ വെച്ച് തുടങ്ങുന്ന ഒരു മെഡിക്കൽ ടേം ആണത് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഞാൻ പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. എക്സാമ്പിൾ നമ്മുടെ പേജിൽ കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 40-ാമത്തെയാണ് എൻഡോ. എൻഡോ എന്താണ് മീനിങ് വരിക? ഇൻസൈഡ്.
അഥവാ ഉള്ളിൽ, അല്ലെ? ഉള്ളിൽ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് വരിക കേട്ടോ. എൻഡോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്യാസ്ട്രോ എന്ററോളജി. എന്താണ് ഗ്യാസ്ട്രോ എന്ററോളജി എന്ന് പറഞ്ഞാല്? അല്ലോ സോറി കേട്ടോ, തെറ്റിപ്പോയിട്ടോ. എൻഡോ ആണ് ഞാൻ പറഞ്ഞത്. എൻഡോ മീൻസ് ഇൻസൈഡ് അഥവാ ഉള്ളിൽ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്താണ്? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് പരിശോധന നടത്തുന്നതല്ലേ, ഇൻസൈഡ്. ഓക്കെ, എൻഡോ മീൻസ് ഇൻസൈഡ്. നെക്സ്റ്റ് വൺ ആണ് എന്ററോ. എന്ററോ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഗ്യാസ്ട്രോ എന്ററോളജി. ഓക്കെ, റിലേറ്റിംഗ് ടു ദ ഇന്റസ്റ്റൈൻസ്, അല്ലെ? നമ്മുടെ കുടലുമായി ബന്ധപ്പെട്ടത്, അല്ലെ? കുടല്, സ്മോൾ ഇന്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇന്റസ്റ്റൈൻ ഉണ്ട്, അല്ലെ? വൻകുടലും ഉണ്ട്, ചെറുകുടലും ഉണ്ട്. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതാണെന്ത്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണെന്ത്, എന്ററോ എന്ന് പറയുന്നത്. അപ്പൊ ഗ്യാസ്ട്രോ എന്ററോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാസ്ട്രോ മീൻസ് സ്റ്റൊമക്ക്, എന്ററോ മീൻസ് ഇന്റസ്റ്റൈനുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് തമ്മിൽ, അത് രണ്ടിനെയും കുറിച്ചിട്ടുള്ള ഒരു പഠനമാണെന്ത്, ഗ്യാസ്ട്രോ എന്ററോളജി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് എപ്പി ആണ്. എപ്പി, എപ്പിയുടെ മീനിങ് എന്താണ്? അപ്പോൺ അല്ലെങ്കിൽ ഓൺ എന്നർത്ഥമാണ് വരിക. അതായത് മേൽപ്പുറം എന്നൊക്കെ പറയും നമ്മൾ, അല്ലെങ്കിൽ മുകളിൽ. ആ ഒരു മീനിങ് ആണ് എപ്പിക്ക് വരിക കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എപ്പിഡെർമിസ് എക്സാമ്പിൾ ആണ് കേട്ടോ. എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നിന്റെ മേൽപ്പാളി അല്ലെങ്കിൽ മേൽപ്പുറം, മുകളിലുള്ള സ്കിന്നിന്റെ ഏറ്റവും മുകളിലുള്ള പാളി. ഓക്കെ, എപ്പിഡെർമിസ് പഠിച്ചിട്ടുണ്ടാവില്ല നിങ്ങള്. അതായത് 3 ഡിഗ്രി ബേൺ ഉണ്ട്, അല്ലെ? അതായത് നമ്മുടെ പൊള്ളലിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, അല്ലെ? അപ്പൊ ഏറ്റവും പുറമേ കാണുന്ന പാളിക്കാണ് എന്ത് പറയാ? എപ്പിഡെർമിസ് എന്ന് പറയാ. ഓക്കെ, മനസ്സിലായോ? 42ാമത്തെ ടേം വരെ ഞാൻ പറഞ്ഞു, പ്രിഫിക്സ് വരെ. ഓക്കെ ആണ്. ഇനി താഴേക്കുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇപ്പൊ വരാം, ഒന്ന് വെള്ളം കുടിക്കട്ടെ. 65 വരെ ഒന്ന് റീഡ് ചെയ്യും. റീഡ് ചെയ്തോ? യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 47, പ്രിഫിക്സിന്റെ നമ്പർ 47 കേട്ടോ. 47 നോട്ട് ചെയ്യാ. Then 48, then 49, then 50,
Then 52. 53. 56. 57. 58. 65. 47, 48, 49, 50, 52, 53, 56, 57, 58, 65. Note ചെയ്തോ? Okay. Okay, അപ്പൊ 43 നമുക്ക് നോക്കാം. എറിത്രോ. എറിത്രോയുടെ മീനിങ് വരുന്നത് റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. അതായത് റെഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചുവന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലാണ് എറിത്രോ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? റെഡുമായിട്ട് കണക്ട് ആവുന്നത് എറിത്രോ വെച്ച് തുടങ്ങുന്ന ഒരു മെഡിക്കൽ ടേം പറയാമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? പറയൂ, എന്താണ്? Erythrocytes. യെസ്, എറിത്രോസൈറ്റ്സ് അല്ലെ? ഓക്കെ, ചുവന്ന രക്താണുക്കൾ അല്ലെ? അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് RBC അല്ലെ, റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ഈ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കാം, എറിത്രോസൈറ്റ്സ് കേട്ടോ. ഓക്കെ, റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് EU. യു എന്നാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക. യു അതിന്റെ മീനിങ് വരുന്നത് ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ. ക്വൈറ്റ് ഗുഡ് യൂഷ്വൽ അതായത് സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നോർമൽ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ലത്, അങ്ങനെയുള്ള മീനിങ്ങിലൊക്കെയാണ് ഈ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ യുഫോറിയ. യുഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരിക? സന്തോഷാവസ്ഥ. യുഫോറിയ. EUPHORIA. യുഫോറിയ, സന്തോഷാവസ്ഥ. ഓക്കെ, then next one exo. Exo means exterior എന്നാണ് അല്ലെ മീനിങ് വരിക? എക്സ്റ്റീരിയർ, പുറത്തുള്ള എന്നുള്ള മീനിങ് ആണ് വരിക. എക്സ്റ്റീരിയർ മീൻസ് പുറത്തുള്ള. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സോസ്കെൽട്ടൻ. എന്താണ് എക്സോസ്കെൽട്ടൻ? എക്സോസ്കെൽട്ടൻ എന്താ? പുറമസ്തികൂടം. കേട്ടിട്ടുണ്ടോ? എക്സോസ്കെൽട്ടൻ കേട്ടിട്ടില്ല? ഇപ്പൊ കേട്ടോളൂ. പുറം അസ്ഥികൂടത്തെയാണ് എന്ത് പറയുന്നത്? എക്സോസ്കെൽട്ടൺ എന്ന് പറയുന്നത് കേട്ടോ. Then 46 ആണ് എക്സ്ട്രാ. എക്സ്ട്രാ മീൻസ് എന്താണ്? എക്സ്റ്റീരിയർ, ഇൻ അഡീഷൻ, അതായത് അധികമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട്, ആ ഒരു രീതിയിൽ ഉപയോഗിക്കാം. നമ്മള് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് എക്സ്ട്രാ ഓർഡിനറി. ഓക്കെ, എക്സ്ട്രാ ഓർഡിനറി അതായത് അധികമായിട്ട്, കൂടുതൽ എന്നുള്ള അർത്ഥത്തിൽ വരും കേട്ടോ. Then 47 നമ്മൾ മാർക്ക് ചെയ്തതാണ് ഗ്യാസ്ട്രോ, റിലേറ്റിംഗ് ടു സ്റ്റൊമക് അല്ലെ? നമ്മുടെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗ്യാസ്ട്രോ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സ് ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതായിരുന്നു ഗ്യാസ്ട്രൈറ്റിസ്. എന്താണ് ഗ്യാസ്ട്രൈറ്റിസ്? നമ്മുടെ വയറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെ? ഓക്കെ, അത് നമ്മൾ പഠിച്ചതായിരുന്നു. ഓക്കെ, ദെൻ അടുത്തതാണ് ഗ്ലൈക്കോ. ഗ്ലൈക്കോ ഷുഗർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരിക. ഗ്ലൈക്കോ ഷുഗർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ അല്ലെ? ഗ്ലൈക്കോജൻ കേട്ടിട്ടുണ്ട് അല്ലെ? ദെൻ 49 ആണ് ഗൈനക്കോ. അതും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിഫിക്സ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ ടേമിൽ വരുന്നതാണ് ഗൈനക്കോ. ഗൈനക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു
ഇതാണ് ഇത് ഗൈനക്കോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ത് പറയാം, നമുക്ക് ഗൈനക്കോ വെച്ച് തുടങ്ങുന്ന മെഡിക്കൽ ടേം ഒന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞേ. ഗൈനക്കോ, ഗൈനക്കോളജി, ഗൈനക്കോളജി, സ്ത്രീരോഗശാസ്ത്രം. ഓക്കെ. Then next 50 ഹെമറ്റോ. ഹെമറ്റോ റിലേറ്റിംഗ് ടു ബ്ലഡ്, രക്തവുമായിട്ട് അല്ലെങ്കിൽ ബ്ലഡുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും? ഹെമറ്റോളജി. ഹെമറ്റോളജി അല്ലെ, രക്തത്തെ കുറിച്ച് പഠിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ശാസ്ത്രം. ഓക്കെ. ദെൻ അടുത്തതാണ് 51 ആണ് കേട്ടോ. 51 എന്താണ്? ഹെമി. ഹെമി ഹാഫ്, പകുതി എന്നാണ് അർത്ഥം വരിക. ഹെമിസ്ഫിയർ എന്ന് കേട്ടിട്ടുണ്ടോ? അറ്റ്മോസ്ഫിയർ, ഹെമിസ്ഫിയർ കേട്ടിട്ടുണ്ടോ ചെറിയ ക്ലാസ്സിലൊക്കെ? ഉണ്ടല്ലേ. ആ ഒരു രീതിയിൽ നമുക്കിത് പറയാം. ഹെമി മീൻസ് പകുതി. ഓക്കെ, ഹെമിസ്ഫിയർ. ദെൻ നെക്സ്റ്റ് ഹീമോ. എന്താണ് മീനിങ് വരിക? റിലേറ്റിംഗ് ടു ബ്ലഡ്, ബ്ലഡുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അല്ലെ. എക്സാമ്പിൾ എന്ന് പറയാമോ? ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ. വെരി ഗുഡ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഹെപ്പാറ്റോ. ഹെപ്പാറ്റോ എന്താണ്? റിലേറ്റിംഗ് ടു അല്ലെ, കരളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. എക്സാമ്പിൾ എന്താണ്? ഹെപ്പറ്റോളജി. ഓക്കെ ഓക്കെ. റിലേറ്റിംഗ് ടു ദ ഹെപ്പറ്റൈറ്റിസ് എങ്ങനെയാ മാം? ഹെപ്പറ്റൈറ്റിസ് കരളിലുണ്ടാകുന്ന വീക്കം, ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ അവിടെ ഓ പോകും അല്ലെ. അത് ഞാൻ അറിവുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എഴുതുമ്പോ ഐറ്റിസ് വരുമ്പോ ഓ അവിടെ നിന്ന് അപ്രത്യക്ഷം. ഓക്കെ. അടുത്തത് 54 നോക്കിക്കോളൂ കേട്ടോ. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഹിറ്റർ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഹിറ്റർ, ഹിറ്റർ അല്ലെങ്കിൽ ഹിറ്ററോ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെഡിക്കൽ ടേം ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസങ്ങൾ വരാം. നമ്മൾ നേരത്തെ ചെലൈ പറഞ്ഞില്ലേ, അതുപോലെ വ്യത്യാസങ്ങൾ ഇവിടെയും വരാം. അപ്പൊ ഹിറ്ററോ എന്ന് പറയുന്ന ആ ഒരു പ്രഫിക്സിന്റെ മീനിങ് വരുന്നത് അതർ അല്ലെങ്കിൽ വേരിയസ് എന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള എന്ന് പറയുന്ന മീനിങ്ങിലാണ് ഇതിവിടെ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹെറ്ററോജീനിയസ്. കണ്ടോ, ഹീറ്ററോ എന്ന് പറയുന്ന പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ടേം അല്ലെങ്കിൽ മറ്റു പല പദങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോ അതുപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യണം എന്നില്ല. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് ഞാൻ ഹെറ്ററോജീനിയസ് എന്നാണ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹോം. ഹോം എന്താണ്? ദ ഐഡന്റിറ്റിക്കൽ, അതായത് സെയിം, ഒരേപോലെയുള്ള. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹോമോജീനിയസ്, ഹോമോസാപ്പിയൻസ് അല്ലെ. കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള ടേംസ് ഒക്കെ? അങ്ങനെയുള്ള വേർഡ്സ് കേട്ടിട്ടില്ലേ? ഹോമോജീനിയസ്, ഹോമോസാപ്പിയൻസ്, അതൊക്കെ നമുക്ക് ഇതിനോടുകൂടി കണക്ട് ചെയ്ത് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഐഡന്റിറ്റിക്കൽ അഥവാ സെയിം എന്നുള്ള അർത്ഥത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 56 നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോ. ഹൈഡ്രോ എന്താണ്? നമുക്കറിയാം, വാട്ടർ, വെള്ളവുമായി ബന്ധപ്പെട്ടത് അല്ലെ, ജലം, ഹൈഡ്രോ അല്ലെ. ഹൈഡ്രേഷൻ എന്നൊക്കെ നമുക്ക് പറയാം, ഹൈഡ്രേഷൻ. ഓക്കെ. നെക്സ്റ്റ് 157 ആണ്. 57 നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ. ഹൈപ്പറിന്റെ മീനിങ് വരുന്നത് എന്താണ്? ഓവർ അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിസ്, അതായത് അധികമായിട്ട് അല്ലെങ്കിൽ കൂടുതലായി എന്നുള്ള അല്ലെങ്കിൽ ഹൈ ലെവൽ, ആ ഒരു രീതിയിലാണ് ഇതിന്റെ മീനിങ് വരിക. അതും നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ ടെൻഷൻ ഇല്ലേ? ഹൈപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഹൈപ്പർ വെന്റിലേഷൻ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എക്സാമ്പിൾ അവിടെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പോ. ഹൈപ്പോ എന്താണ്? ഹൈപ്പോയുടെ മീനിങ് വരുന്നത് അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്, അതായത് ആവശ്യത്തിന് ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ തീരെ താഴ്ന്ന നിലയിലുള്ളത്. ആ ഒരു രീതിയിലാണ് ഹൈപ്പോ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോ വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞേ. ഹൈപ്പോ. ഹൈപ്പോതൈറോയിഡ്. യെസ്, ഹൈപ്പോതൈറോയിഡിസം. എന്താണ്? തൈറോയിഡിന്റെ അളവ് കുറഞ്ഞിട്ടുള്ള അവസ്ഥ അല്ലെ, ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, അപ്പൊ അണ്ടർ മീൻസ് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് എന്നുള്ള രീതിയിലാണ് ഹൈപ്പോ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഹിസ്റ്ററോ. ഹിസ്റ്ററോ. ഹിസ്റ്ററോ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിലേറ്റിംഗ് ടു ദ യൂട്രസ്.
അതായത് നമ്മുടെ യൂട്രസുമായി റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഹിസ്റ്ററോ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത്. ഹിസ്റ്ററെക്ടമി എന്ന് പറയും അല്ലെ, അതായത് നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്നത്, അതാണ് കേട്ടോ. അപ്പൊ ആ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. ദെൻ അടുത്തത് 60 ആണ്. ഇൻഫ്ര. ഇൻഫ്രയുടെ മീനിങ് എന്താ? ബെനേത്ത് അല്ലെങ്കിൽ ഫർദർ ഓൺ എക്സെട്ര. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അണ്ടർ അല്ലെങ്കിൽ താഴെ എന്നുള്ള മീനിങ് ആണ് ഇൻഫ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇൻഫ്രാസോണിക് തരംഗങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അല്ലെ, ഇത്ര ഹെഡ്സിന് താഴെയുള്ള ശബ്ദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, പിന്നെ വേറൊരു വേർഡ് പറയാം, ഇൻഫ്രാ ഓർബിറ്റൽ. ഇൻഫ്രാ ഓർബിറ്റൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കി, എന്തുമായി ബന്ധപ്പെട്ടായിരിക്കും ഞാൻ പറയുന്നത്? ഇൻഫ്രാ ഓർബിറ്റൽ. ഓർബിറ്റ് എന്താ? ഓർബിറ്റൽ, ഓർബിറ്റ് എന്തുമായി ബന്ധപ്പെട്ടതാ? ഇൻഫ്രാ ഓർബിറ്റൽ. ഓർബിറ്റൽ മീൻസ് എന്താണ്? കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇൻഫ്രാ ഓർബിറ്റൽ എന്ന് പറയുമ്പോ എന്താകും? കണ്ണിന് താഴെ എന്നുള്ള മീനിങ് വരും കേട്ടോ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഇന്റർ ആണ്. ഇന്റർ. ഇന്ററിന്റെ മീനിങ് എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ്, ഇടയിലായി. ഇന്ററിന്റെ മീനിങ് എന്താണ്? ഇൻ ദ മിഡിൽ ഓഫ് അല്ലെങ്കിൽ ഇടയിലായി എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് കേട്ടോ. ഇന്റർ കോസ്റ്റൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ആ ഒരു ഇത് ഉപയോഗിക്കാം. ദെൻ അടുത്തത് ഇൻട്രാ. ഇൻട്രാ എന്താണ്? ഇൻട്രാ. ഇൻട്രാ മീൻസ് ഇൻസൈഡ് ആണ്, ഉള്ളിൽ. ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇൻട്രാ വരുന്നത്. ഇൻട്രാവെനസ് അല്ലെ, ഇൻട്രാവെനസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഓക്കെ, ഉള്ളിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഐസോ. ഐസോയുടെ മീനിങ് വരുന്നത് ഈക്വൽ അല്ലെങ്കിൽ സെയിം എന്നൊക്കെയാണ് വരിക കേട്ടോ. ഐസോ, ഈക്വൽ അല്ലെങ്കിൽ സെയിം. ഓക്കെ, ഐസോ ടോപ്പിക് എന്നൊക്കെ പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ലാറ്ററോ. ലാറ്ററോ എന്താണ്? ലാറ്ററോ മീൻസ് സൈഡ്, വശങ്ങളിലായി എന്നുള്ള മീനിങ് ഉപയോഗിക്കാറുണ്ട്. ലാറ്ററോ മീൻസ് സൈഡ് അഥവാ വശങ്ങൾ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂക്കോ. ലൂക്കോ എന്തുമായി ബന്ധപ്പെട്ടതാ? റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ലൂക്കോസൈറ്റ്സ്. നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു, RBC. എന്തായിരുന്നു അത്? ചുവന്ന രക്താണുക്കളെ പറയുന്ന പേരെന്താ? എറിത്രോസൈറ്റ്സ് അല്ലെ. അപ്പൊ വെളുത്ത രക്താണുക്കളെ എന്താ പറയുക? WBCനെ ല്യൂക്കോസൈറ്റ്സ്. അപ്പോ വൈറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെളുത്ത രക്താണുക്കളുമായി ബന്ധപ്പെട്ട ആ ഒരു രീതിയിലാണ് ലൂക്കോ എന്ന് പറയുന്ന പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പഠിച്ചില്ലേ നിങ്ങള്? എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഈസി അല്ലേ? നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ലേ? ഓക്കെ, അത് മതി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തന്നിട്ടുള്ള മീനിങ്ങുകൾ എന്തായാലും നിർബന്ധമായും പഠിച്ചു വെക്കുക കേട്ടോ. നോട്ട് ചെയ്ത് തന്നിട്ടുള്ളവ. ആ 16, 17, 18 അല്ലേ? ഓക്കെ. സിക്സ്റ്റീൻത്ത് വൺ ബയോ ആണ് കേട്ടോ. ബിലോങ്ങിങ് ടു ലൈഫ്, അതായത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവനെ സംബന്ധിച്ചുള്ള ആ ഒരു മീനിങ് ആണ് വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജി. ഓക്കെ. ദെൻ 17ാമത്തത് ബ്ലാസ്റ്റോ ആണ് കേട്ടോ. ബ്ലാസ്റ്റോ ജേം അല്ലെങ്കിൽ സെൽ, അതായത് അണുക്കൾ അല്ലെങ്കിൽ കോശത്തെ കുറിച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ബ്ലാസ്റ്റോ. ദെൻ 18ാമത്തത് ലിഫാറോ. ലിഫാറോ എന്താണ്? ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്, കൺപോളയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അത് മൂന്നുമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആയോ ശ്രീലക്ഷ്മി?
അതിൽ നോട്ട് ചെയ്യാനുള്ളത് 13 തുടങ്ങി 18 വരെ ആ ഒരു ടേബിളില് നോട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി മൺഡേ കാണാം. Thank you, Miss. ചുമയാണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ചിലപ്പോ ചുമ വരുന്നുണ്ട്, പറയാൻ പറ്റില്ല, നോക്കാം. Get well soon. ഓക്കെ, താങ്ക് യു. ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.